നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. കൊച്ചിയിൽ നിന്ന് ബഹ്റിനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. ടയർ പൊട്ടിയതിനെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ് വേണ്ടി വന്നത്. 104 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണ്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, മറ്റു ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ അടിയന്തര ലാൻഡിംഗ് ആണ്, ആശങ്കയുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും സുരക്ഷിതരായി വിമാനത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, യാത്രക്കാരെ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാൻ സാധിച്ചു. അതിൽ പറഞ്ഞ ഒരു കാര്യം നേരത്തെ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഒരു അടിയന്തര ലാൻഡിംഗ് ആണെങ്കിൽ പോലും ഒരു ഫുൾ എമർജൻസി ലാൻഡിംഗ് അല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു മുൻകരുതൽ നടപടി നിലയിൽ ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം തന്നെ സജ്ജമായിരുന്നു. എന്തായാലും 104 യാത്രക്കാരും 8 ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 10:45 കൊച്ചിയിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കാൻ തീരുമാനിച്ചത്. റൺവേയിൽ ടയറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് 12:35 വിമാനം ലാൻഡ് ചെയ്തത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ലാൻഡ് ചെയ്തത്. എന്തായാലും നിലവിലിപ്പോൾ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തു എന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ തുടർ യാത്രാ ക്രമീകരണങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന് വൈകാതെ വ്യക്തമാക്കുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു സുരക്ഷിതമായ ലാൻഡിംഗ് സാധ്യമായിട്ടുണ്ട്. ആദ്യം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. അതിനുശേഷം വിമാനത്തിന്റെ ഇന്ധനം പരമാവധി കുറച്ചതിന് ശേഷമാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നത്. വിജയകുമാർ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. 104 യാത്രക്കാരും 8 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണ്. മറ്റാശങ്കകളൊന്നുമില്ല.